ഇപ്പൊ വീണ്ടും ഒരു ഇൻകത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പുതിയത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ പറയുന്നത് ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഐഡിയ, നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതായത് ഇപ്പോൾ ലോങ് ടേം ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്തിട്ടൊക്കെ നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു പാസീവ് ഇൻകം വേറെ കിട്ടും. അതായത് നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഇൻഫോസിസ് അങ്ങനത്തെയുള്ള ഒരുപാട് കമ്പനീസ് അവരുടെ ഷെയർസ് നമ്മൾ ഒരു വർഷത്തിന് മേലേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഡിവിഡൻഡ് കിട്ടും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ത്രൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അത് വരാം. അത് നമ്മൾ ഷെയർ ഹോൾഡ് ചെയ്യുമ്പോൾ വിൽക്കുമ്പോഴും കിട്ടുന്ന പ്രോഫിറ്റിന് അതിൽ നിന്ന് ഉപരി എക്സ്ട്രാ കിട്ടുന്ന നമുക്കൊരു ഇൻകമാണ് ഈ ഒരു ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കുറെ കാലമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഓൾറെഡി ഡിവിഡൻഡ് കിട്ടിയിരിക്കും. അപ്പോ അതിലിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫോസിസിൽ നാരായണമൂർത്തിയുടെ മകള് ഏകദേശം 126 കോടി രൂപയാണ് ഡിവിഡൻഡ് മാത്രമായിട്ട് ഒരു വർഷം മേടിക്കുന്നത്. അതായത് മറ്റ് ഇൻകം ആൾക്കുണ്ട്, അത് കൂടാതെ ഒരു പാസീവ് ഇൻകം എന്ന രീതിയിൽ ആളുടെ ആ ഒരു ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതാണ് ഈ ഒരു ഇത്രയും വലിയ എമൗണ്ട്. അപ്പൊ ഇത്രയും വലിയ എമൗണ്ട് ആൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഷെയർസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മളൊരു ചെറിയ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുറച്ച് ഷെയർസ് ഹോൾഡ് ചെയ്താൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു പാസീവ് ഇൻകം കിട്ടാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ടാക്സേഷൻ വളരെ സിമ്പിൾ ആണ്. കാരണം ചിലപ്പോൾ ഇനി നമുക്ക് ഇതിൽ കിട്ടുന്ന വരുമാനം, അതായത് ഒരു വർഷത്തിൽ 10,000 വരെ കിട്ടുന്നതിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് മുകളില് നമുക്ക് വരുന്ന അതായത് ഒരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് മൾട്ടിപ്പിൾ കമ്പനീസിൽ നിന്നോ നമുക്ക് ഡിവിഡൻഡ് 10,000 മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അതർ ഇൻകത്തിലാണ് ഈ ഡിവിഡൻഡ് ഫ്രം ഷെയർസ് ഒക്കെ വരാം. അപ്പോൾ ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ഇത്രയും ആണ് ഇതിന്റെ ടാക്സ് ലിമിറ്റ് വരുന്നത്. പിന്നെ സ്ലാബ് റേറ്റിലാണ് ഇതിന്റെ ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻകം എന്ന് പറയുന്നതും വളരെ നിങ്ങൾക്ക് മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഷെയർസിൽ ചെയ്യുന്നൊക്കെ പോലെ തന്നെ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. വേറൊരു എക്സ്ട്രാ എഫേർട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൽ ത്രൂ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാസീവ് ഇൻകം ആണ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത് ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു ഇൻകം ആണ്. പക്ഷെ നല്ല രീതിക്ക് നല്ലൊരു ഗ്രോത്ത് ഉള്ള കമ്പനിയില്, അതായത് പ്രത്യേകിച്ച് ഒരു ക്രാഷ് ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ, ഇപ്പൊ മാർക്കറ്റ് ക്രാഷ് ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ഈ ഒരു ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ നോക്കി, അതായത് ഒരു ഷെയർ മേടിച്ചാൽ എത്ര ഡിവിഡൻഡ് കിട്ടും അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു ഡിവിഡൻഡ് വർഷത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ക്രാഷ് ആയി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രാഷ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് സ്റ്റോക്കുകൾ കിട്ടും. അതേ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഡിവിഡൻഡ് നല്ല രീതിക്ക് കിട്ടാൻ ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ഈ ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഒന്നും ചെയ്യാതെ വേറൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻകമാണ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം ആണ്. അപ്പൊ ഇതുപോലുള്ള പുതിയ ഇൻകം ഐഡിയാസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ്, ട്രേഡിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഐഡിയ, ഇൻകമായി ബന്ധപ്പെട്ട ഐഡിയാസ് ആയിരിക്കും കൂടുതൽ ഈ ചാനൽ വരാം. അപ്പോൾ ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.